എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ ചക്ക കൊണ്ടുണ്ടാവും. ചക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്ക കിട്ടാണ്ട് പ്രാന്ത് പിടിച്ചിരിക്കുക എല്ലാവരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചക്ക സീസണിൽ കിട്ടാനില്ല. അപ്പോൾ കൂട്ടുകാരൻ അറിഞ്ഞപ്പോൾ നമ്മുടെ കാവടിയാട്ടത്തിനൊക്കെ വരണതാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഇതറിഞ്ഞപ്പോൾ ആളെ വീട്ടിൽ നിന്ന് കയറുമ്മ ചക്കൊക്കെ കെട്ടിയിറക്കി കൊണ്ടുവന്നതാണ് ചക്ക. ഒരാഴ്ച 3-4 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പഴുക്കാൻ വെച്ച് കാരണം അപ്പോൾ നമുക്ക് ഈ ചക്ക ഒന്ന് മുറിച്ച് നോക്കാം. കാരണം നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ചക്ക മുറിച്ച് നോക്കാം. അപ്പോൾ ഏത് ചക്കയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. വരിക്ക ചക്കയാന്ന് വിചാരിക്കണേ. അപ്പോൾ ആ വീഡിയോ ആണ് ഇനി ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക മുറിച്ചാലോ. അപ്പോൾ ചക്ക നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തട്ടുമ്പോൾ നല്ല സൗണ്ടൊക്കെ ഉണ്ട്. പഴുത്തുണ്ട് സാധനം. അപ്പോൾ ചക്ക മുറിക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ചക്ക വെട്ടാൻ പോകണം. അപ്പോൾ വെട്ടോ ചെയ്തിട്ട് വെട്ടാൻ പോകണം കേട്ടോ. എന്ത് ചക്കയാന്നൊക്കെ പറയാം. ഹായ് വരിക്ക ചക്കയാ. അതിന്റെ ഇത് മനസ്സിലാക്കല്ലേ, വൃത്തിയിലെടുക്ക്. അച്ഛൻ ആക്കിയോളൂടാ. പിന്നെ അല്ലെങ്കിൽ അമ്മ ഒട്ടി പിടിച്ച് നിന്റെ കൈമൊക്കെ ആവും. ചക്ക വലിയ കലാപില്ല. നമുക്ക് മുറിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. ഇതിങ്ങനെ ചിറ്റിട്ട് എടുക്കുക കളയാണ്ട് ഇവിടെ താഴ്ന്ന് ഒരാൾക്ക് എഴുതിട്ടാ. പിന്നെ പൂവില്ല, നീ കളയേണ്ട വരും. കിട്ടോട്ടോ എന്റെ വേറെ എടുത്താൽ അങ്ങനെ വലിച്ചിടല്ലേ. കളയാൻ taste. Hindi naman isa ka. Yay! Very wonderful. Ini cup yung lagala. Seryo? ഈ ചോളേ കട്ടി കുറവുണ്ടല്ലേ? കട്ടി കുറവുണ്ട്. അപ്പൊ ഞങ്ങളങ്ങനെ ഈ ചക്കയൊക്കെ ഇങ്ങനെ പീസാക്കി പിന്നെ ഒരു പാത്രത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ളത് ഞങ്ങൾ ചോളയൊക്കെ പറിച്ച് വെച്ചു. കണ്ട, ഇത് നെയ്സ് ചോളയാണ് കേട്ടോ. നെയ്സ് എന്ന് പറഞ്ഞാൽ കനം കുറവത്. മറ്റേ കട്ടികളൊക്കെ ഉണ്ടാവും. ഇത് കനം കുറവാണ്. അപ്പോൾ കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം മാത്രം. കാരണം തൊണ്ടയിലിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മിന്നൂസിൻ്റെ തൊണ്ടയിലിരുന്നു. മിന്നൂസ് കരഞ്ഞിട്ട് ഇവിടെ തെറ്റ് പോയിന്റ്. കാരണം ടേസ്റ്റ് ഉണ്ട്, പക്ഷേ തൊണ്ടയിൽ കയറിയിരുന്നു. അപ്പോൾ ഈ കനം കുറവുള്ള കാരണമാണത്. അപ്പോൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി. ബാക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളി. പിന്നെ ഞങ്ങൾ 3-4 പീസാക്കിയിട്ട് അയലോക്കത്ത് 2-3 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അയലോക്കത്ത് ഇപ്പോൾ എല്ലാവർക്കും ചക്ക കിട്ടാണ്ടിരിക്കല്ലേ. അപ്പം നമുക്കിതൊക്കെ കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കുള്ളത് നമ്മളിവിടെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3-4 പേർക്ക് അയലോക്കാർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ചക്ക അടിപൊളി. അപ്പോൾ മിന്നൂസ് തൊണ്ടയിൽ കുടുങ്ങി കരഞ്ഞേറ്റ് പോയി. ശാലു മറ്റേ ക്ഷീണായപ്പോൾ കെടുക്കാൻ പോയി ചക്ക തിന്നിട്ട്. അപ്പോൾ ചക്ക അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ചക്ക കുഴപ്പമൊന്നുമില്ല കേട്ടോ. കനം കുറവിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ വായിൽ കടിച്ചാൽ കിട്ടണില്ല. കിട്ടാന്ന് പറഞ്ഞാൽ കനം നന്നായി കുറഞ്ഞപ്പോയി. അപ്പോൾ ഇറക്കുമ്പോൾ നോക്കി ഇറക്കിയില്ലെങ്കിൽ ചിലപ്പോൾ തൊണ്ടയിൽ കൊടുക്കും. ചവച്ചരക്കാണ്ട് ഇറക്കി കഴിഞ്ഞാൽ തൊണ്ടയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും ചിലപ്പോൾ. അപ്പോൾ ചക്ക ചവച്ചരച്ച് മര്യാദയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ആ ടേസ്റ്റൊക്കെ ഉണ്ട്, പടിപൊളി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഞാൻ മാത്രമേ എല്ലാവരും ഒരാൾ കരഞ്ഞേറ്റ് പോയി തൊണ്ടയിൽ കുടുങ്ങിയിട്ട്, ഒരാൾക്ക് തിന്നപ്പോൾ ക്ഷീണമായി.
നമുക്ക് എടുക്കാൻ പോയിന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അയലോക്കത്തിൽ കൊടുക്കാനുള്ള ചക്കയൊക്കെ സെറ്റാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ശരി.